ഇനി ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറിയ കണ്ണിയിലിട്ടിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഇത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്താൽ മതി. കട്ടകളില്ലാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഉരുളൻകിഴങ്ങ് നിങ്ങൾ എടുക്കുമ്പോൾ നല്ലോണം തണുത്ത ഉരുളൻകിഴങ്ങ് വേണം എടുക്കാൻ. ചൂടോട് കൂടിയിട്ടുള്ള കിഴങ്ങ് എടുക്കരുത്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂണ് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഉരുളൻകിഴങ്ങ് ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നല്ലോണം ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ കടലമാവ് നമുക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. ആദ്യം 1 കപ്പ് കടലമാവാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് കടലമാവ് എടുത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് കുഴയ്ക്കുക. എനിക്ക് ടോട്ടൽ 2 കപ്പ് കടലമാവ് വേണ്ടി വന്നേ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അതേ സെയിം പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. കാരണം നമുക്ക് കറക്റ്റ് അളവ് ഇതിന് പറയാൻ പറ്റത്തില്ല. ഓരോ ഉരുളൻകിഴങ്ങിൻ്റെ അനുസരിച്ചിട്ടിരിക്കും ഇതിൽ ചേർക്കേണ്ട കടലമാവിൻ്റെ അളവ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സ്വല്പം എണ്ണയും കൂടെ നമുക്ക് തടവിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കാം. ഇവിടെ ഞാൻ ഒരു സേവനാഴി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഇടിയപ്പത്തിൻ്റെ അച്ചുവാണ്. ഇനി ഇതിൽ നല്ലോണം എണ്ണ പുരട്ടി കൊടുക്കണം. ഇനി മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവ് അടച്ച് മാറ്റി വെക്കണേ. ഉരുളൻകിഴങ്ങ് നല്ലോണം നമ്മൾ ഉടച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മളിത് പിഴിയുമ്പോൾ മാവ് വരത്തില്ല. അതുകൊണ്ടാണ് ഉരുളൻകിഴങ്ങ് നല്ലോണം ഉടച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് നമുക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഒരുപാട് മാവ് പിഴിഞ്ഞിടരുത്, കുറേശ്ശെ മാവ് പിഴിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഫ്ലെയിം നമുക്ക് മീഡിയം ടു ഹൈ വെച്ചിട്ട് ഇത് വറുത്തെടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കരുത്, എണ്ണ കൂടുതൽ കുടിക്കും. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ സ്നാക്സ് എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.